തകർത്ത കുരിശ് പുനഃസ്ഥാപിച്ച് സൈന്യം. കുറ്റക്കാരായ സൈനികർക്ക് തടവ് ശിക്ഷ. കഴിഞ്ഞ ദിവസം ഏറെ വിവാദമായതാണ് ഇസ്രായേൽ സൈനികൻ ക്രൂശിത രൂപം തകർക്കുന്ന ദൃശ്യം. ദക്ഷിണ ലെബനനിൽ സൈനികർ മതചിഹ്നത്തെ തകർത്ത സംഭവത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ തിരുത്തൽ നടപടി ഉണ്ടായിരിക്കുന്നു. ദേബൽ എന്ന കത്തോലിക്ക ഗ്രാമത്തിൽ തകർക്കപ്പെട്ട കുരിശ് പ്രാദേശിക ജനതയുടെ സഹായത്തോടെയാണ് സൈന്യം പുനഃസ്ഥാപിച്ചത്. സംഭവത്തിൽ ഉൾപ്പെട്ട 2 സൈനികരെ യുദ്ധമുഖത്തെ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്യുകയും തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നു. ക്രൂശിലെ ക്രിസ്തുരൂപം സൈനികൻ തകർക്കുന്നതും മറ്റൊരു സൈനികൻ അത് മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നതുമായ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രിയും സൈനിക നേതൃത്വവും ഔദ്യോഗികമായി ഖേദം പ്രകടിപ്പിച്ചു. കുരിശ് തകർത്ത സൈനികനും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സൈനികനും തടവ് ശിക്ഷ അനുഭവിക്കണം. അച്ചടക്ക ലംഘനം നടത്തിയ ഇവരെ നിലവിലെ സൈനിക ചുമതലകളിൽ നിന്നും സ്ഥിരമായി നീക്കം ചെയ്തിരിക്കുന്നു. സൈനികരുടെ പ്രവൃത്തി IDFന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നും മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നീക്കങ്ങൾ അംഗീകരിക്കില്ല എന്നുമാണ് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. പ്രാദേശിക സമൂഹവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സൈന്യം നേരിട്ട് കുരിശ് പുനഃസ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങിയത്. യുദ്ധ സാഹചര്യങ്ങൾക്കിടയിലും മതപരമായ സഹിഷ്ണുത ഉറപ്പാക്കുമെന്നാണ് ഇസ്രായേൽ അധികൃതർ അറിയിക്കുന്നത്.